ഗുഡ് ഈവനിങ്. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഇന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. നിമിഷങ്ങൾക്കകം ആ വാർത്തകളൊക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. സമ്പന്നമായൊരു വാർത്താ പകലായിരുന്നു ഇന്ന് കഴിഞ്ഞു പോയത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമ്മൾ തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 24 ബിഗ് ബ്രേക്കിംഗ്. ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് DGP കൈമാറി. ആഭ്യന്തര സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. PV അൻവറിന്റെ പരാതിയും RSS കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷബീദ് റാവുത്തർ വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത്. ഷബീദ്, വിശദാംശങ്ങൾ. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഗൗരവമുള്ള ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നടപടികൾക്ക് വഴിവെക്കാൻ പോകുന്ന DGPയുടെ റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് വടിയെത്തിയിരിക്കുന്നു. ഇനി അടിയും നടപടിയും മാത്രമായിരിക്കും ഉണ്ടാവുക. ഓരോ തവണയും അത് CPMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണെങ്കിലും ഇടതുമുന്നണി യോഗത്തിലാണെങ്കിലും മന്ത്രിസഭാ യോഗത്തിലുമൊക്കെ മുഖ്യമന്ത്രി ഈ ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിരുന്ന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം ആ റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി എന്നുള്ളതായിരുന്നു. CPI കടുത്ത സമ്മർദ്ദം ചെലുത്തിയപ്പോഴും റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം നമുക്ക് നടപടിയെടുക്കാം എന്നുള്ള ഉറപ്പ് അത് CPIക്ക് കൈമാറി. ഇപ്പോൾ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നു. ആഭ്യന്തര സെക്രട്ടറിക്ക് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അദ്ദേഹത്തിന്റെ ഒരു മാസം നീണ്ട അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ കൈമാറിയിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ സൂചനാ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അന്വേഷിച്ചത് കഴിഞ്ഞ മാസം 3 വരെയുള്ള ആരോപണങ്ങളാണ് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ഏതായാലും PV അൻവർ ഉന്നയിച്ച ഒരു പിടി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ സ്വർണ്ണക്കടത്തിന് പങ്കുപറ്റി SP ക്യാമ്പ് ഹൗസിലെ മരമുറി, ഇടവണ്ണ റിദാൻ കൊലപാതകം, കോഴിക്കോട്ടെ മാമി തിരോധാന കേസ്, മാത്രവുമല്ല ADGP MR അജിത് കുമാർ ലോ ആൻഡ് ഓർഡർ തലപ്പത്തിരുന്നുകൊണ്ട് നടത്തിയ ചില ഇടപെടലുകളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കമുള്ള കാര്യങ്ങളായിരുന്നു PV അൻവർ പരാതിയായി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകി. അദ്ദേഹം മൊഴി നൽകിയപ്പോഴും ഈ മലപ്പുറം ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ചടക്കം മൊഴിയിലും സൂചിപ്പിച്ചിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഈ റിപ്പോർട്ട് നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറാനുള്ള ഒരു നീക്കം അത് DGP നടത്തി. ക്ലിഫ് ഹൗസിലെത്തി നേരിട്ട് ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറാൻ DGP സമയം തേടിയിരുന്നു. എന്നാൽ ആഭ്യന്തര സെക്രട്ടറി വഴി റിപ്പോർട്ട് വരട്ടെ എന്നുള്ള തീരുമാനം അത് മുഖ്യമന്ത്രി എടുത്തതോടുകൂടിയാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. ഒരു പക്ഷേ നാളെയായിരിക്കും മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് കാണുക. നാളെ വൈകുന്നേരത്തോടുകൂടി ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകും. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഗൗരവ സ്വഭാവത്തിലുള്ള ചില നിരീക്ഷണങ്ങൾ ആ റിപ്പോർട്ടിലുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനചലനത്തിൽ മാത്രം നടപടി ഒതുങ്ങില്ല എന്നുള്ള വിവരം അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു നീക്കം കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് ചേർന്ന ശബരിമല മണ്ഡലകാല അവലോകന യോഗത്തിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയിരുന്നു. പകരം പങ്കെടുത്തത് പോലീസ് ആസ്ഥാനത്തെ ADGP ആയിട്ടുള്ള ശ്രീജിത്തും അതേപോലെ തന്നെ DGP അടക്കമുള്ള ആളുകളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ചില കടുപ്പത്തിലുള്ള നീക്കത്തിലേക്ക് സർക്കാർ പോകുന്നോ എന്നുള്ള സൂചനയ്ക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ഇന്നത്തെ വൈകിട്ടത്തെ ശബരിമല അവലോകന യോഗം. അവിടെയും MR അജിത് കുമാർ ഉണ്ടായിരുന്നില്ല. ഏതായാലും അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു. ദേവസ്വം ബോർഡും അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് ചില സൂചനകൾ നൽകിയിരുന്നു. പക്ഷേ അതല്ല ഇപ്പോഴത്തെ നമ്മുടെ വിഷയം. ഇപ്പോഴത്തെ വിഷയം ഏതാണ്ട് ഒരു മാസമായി സംസ്ഥാന പോലീസ് മേധാവി PV അൻവറിന്റെ ആരോപണത്തിലും തയ്യാറാക്കി വന്ന ആ റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മുഖ്യമന്ത്രിക്ക് മുൻപാകെ എത്തിയിരിക്കുന്നു. ആഭ്യന്തര സെക്രട്ടറിക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഇക്കാര്യത്തിൽ നടപടി മാത്രമായിരിക്കും ഉണ്ടാവുക. നടപടി കടുപ്പിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ഈ വിഷയത്തിൽ സർക്കാരിന് ഇനിയും അജിത് കുമാറിനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്കുള്ള സൂചന അത് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി നൽകിയിരുന്നു. പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചയുണ്ടായി എന്നുള്ള വിവരം DGP തന്നെ നേരത്തെ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിനൊപ്പം നോട്ടായി ചേർത്തു. അതുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണത്തിന് ഇന്ന് ഉത്തരവിറങ്ങിയ സൂചനകൾ കൂടി പുറത്തു വന്ന ഒരു വൈകുന്നേരമാണ് ഇന്ന്. അപ്പോൾ പലതരത്തിലുള്ള നീക്കങ്ങൾ അത് പോലീസ് ആസ്ഥാനത്തും ആഭ്യന്തര വകുപ്പിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിലുമൊക്കെ നടക്കുന്നു. തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചന. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുൻപിൽ എത്തുമ്പോൾ ഇനിയും വിശ്വസ്തനെ കൈവിടാതിരിക്കാൻ മുഖ്യമന്ത്രിക്ക് പറ്റുമോ എന്നുള്ളൊരു രാഷ്ട്രീയ ചോദ്യം ഉയരുന്നു. ഏത് വിഷയത്തിലായിരിക്കും അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുക എന്നുള്ള ചോദ്യം വരുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് അനധികൃത സ്വത്ത് സമ്പാദനം മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അത് വിജിലൻസ് DGP അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് മാത്രം ഒഴിവാക്കിക്കൊണ്ട് മറ്റു വിഷയങ്ങൾ അതിൽ പൂരം കലക്കലുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. RSS
RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സൂചനാ വിവരങ്ങളുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തതയില്ല. കാരണം അന്നിറങ്ങിയ ജിയോയിലടക്കം PV അൻവറിന്റെ പരാതി അത് നമുക്ക് ഓർമ്മയുണ്ട്. ഒരു ദിവസം കോട്ടയത്ത് നടന്ന പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അന്നാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അന്ന് വരെയുള്ള പരാതിയാണോ, അന്ന് വരെ ലഭിച്ച പരാതികളാണോ അന്വേഷിച്ചതെന്നുള്ള കാര്യത്തിൽ ആ റിപ്പോർട്ടിന്റെ കൂടുതൽ ഉള്ളടക്കങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. രാഷ്ട്രീയമായി വലിയ ആകാംക്ഷയുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നു. SKN. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വരുന്ന മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തു വരും. എന്തും നടപടിയാണ് സംസ്ഥാന മുഖ്യമന്ത്രി ഇദ്ദേഹത്തിനെതിരെ എടുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയും. ADGP MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടി വരുമോ, അതോ മറ്റെന്തെങ്കിലും ചില പ്രേക്ഷകരെ അഭിപ്രായപ്പെട്ടതുപോലെ വകുപ്പ് മാറ്റം മാത്രമായിരിക്കുമോ എന്നൊക്കെയുള്ള സംശയം ഗൗരവമായ ചർച്ചയ്ക്ക് തിരുവനന്തപുരത്ത് വിഷയീഭവിക്കുന്നു. നമുക്കിപ്പം ഒരിക്കൽ കൂടി ഷഫീദ് ചേരുകയാണ്. ഷഫീദ്, യഥാർത്ഥത്തിൽ ഈ ചില നടപടികൾക്കൊക്കെ ഇതിൽ ശുപാർശ ചെയ്തു എന്ന രീതിയിലുള്ള സൂചനകൾ വരുന്നുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും വിവരം നമുക്ക് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ ലഭിച്ചിട്ടുണ്ടോ? SKN നടപടി ശുപാർശ ഉറപ്പായും ഇതിനകത്തുണ്ടാകും. കാരണം ലോ ആൻഡ് ഓർഡർ ADGP എന്ന നിലയിൽ അദ്ദേഹം ചില നിരീക്ഷണങ്ങളിൽ വീഴ്ച വരുത്തി. അതായിരിക്കും പ്രധാനമായും ആ റിപ്പോർട്ടിൽ പറയുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SKN നമ്മൾ അത് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് മാത്രമാണ് ആ വിവരം പറയാത്തത്. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും സ്ഥിരീകരണമില്ല. കാരണം കഴിഞ്ഞ മാസം 3-ാം തീയതി വരെയുള്ള കാര്യങ്ങളാണ് അന്വേഷിച്ചത് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അപ്പോൾ ഏത് വിഷയത്തിൽ നടപടി എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷേ ഈ മലപ്പുറം SP ക്യാമ്പ് ഹൗസിലെ മരമുറിയിൽ അടക്കം ഈ നിരീക്ഷണത്തിൽ അതല്ലെങ്കിൽ അക്കാര്യത്തിൽ വിശദീകരണം തേടാൻ ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന് ശ്രമിച്ചില്ല, കഴിഞ്ഞില്ല എന്നടക്കമുള്ള എന്നുള്ള കണ്ടെത്തലുകൾ DGP നടത്തിയാൽ ഒരുപക്ഷേ അദ്ദേഹത്തിന് നടപടിക്ക് അത് മാത്രം മതിയാകും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണം അത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. DGP ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധന നടത്തണം, അന്വേഷണം നടത്തണം. അങ്ങനെ ത്രിതല അന്വേഷണത്തിന് വേണ്ടി കാക്കുകയാണ് സർക്കാർ. അപ്പോൾ ആ വിഷയത്തിലാണോ നടപടി എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. നടപടി ഏത് വിഷയത്തിൽ വരും എന്നുള്ള കാര്യം ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ പൂർണ്ണമായും പുറത്തുവന്ന് മുഖ്യമന്ത്രി അത് പരിശോധിച്ച് ഏതൊക്കെ തരത്തിൽ ഈ സർവീസ് റൂളുകൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉറപ്പായിട്ടും ഉണ്ടാകും. അത് എങ്ങനെ മെൻഷൻ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയമായി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഇനി ഇക്കാര്യത്തിൽ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം CPI അത്രത്തോളം കടുപ്പിച്ചിട്ടുണ്ട് അവരുടെ നിലപാടുകൾ. പ്രത്യേകിച്ച് RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിലും MR അജിത് കുമാറിന് മാപ്പില്ല എന്നുള്ളതാണ് CPIയുടെ നിലപാട്. അത് മന്ത്രിസഭാ ഉപസമിതി യോഗത്തിലടക്കം കൃത്യമായി CPI മന്ത്രിമാർ അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലപാടിനനുസരിച്ചിട്ടായിരിക്കും മുഖ്യമന്ത്രിക്ക് ഇനി പ്രവർത്തിക്കാൻ കഴിയുക. കാരണം അതൊരു ഇടത് നിലപാടായി ബിനോയ് വിശ്വം ഇന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നപ്പോൾ പറഞ്ഞിരുന്നു. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാതെ മറ്റു വഴികളില്ല, അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് വീണ്ടും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സമ്മർദ്ദം സർക്കാരിന്റെ മുകളിലുണ്ട്. മാത്രമല്ല MR അജിത് കുമാറിനെതിരെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അതിപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ PV അൻവറിന്റെ പരാതിയിൽ അന്വേഷണം നടക്കുന്നു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ അന്വേഷണം നടത്തുന്നു. അതേ പോലീസ് മേധാവി തന്നെ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ അജിത് കുമാറിന്റെ വീഴ്ചയെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നു. മറ്റൊന്ന് വിജിലൻസ് DGP ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. വിജിലൻസ് DGP ADGP MR അജിത് കുമാറിനെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് അന്വേഷണം നടത്തുന്നത്. അതിനുശേഷം ഈ പൂരം അലങ്കോലപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേശ്വർ അന്വേഷണം നടത്തുന്നുണ്ട്. അത് പൂരം നടത്തിപ്പിലെ ഗൂഢാലോചന സംബന്ധിച്ചാണ്. ഉദ്യോഗസ്ഥ വീഴ്ചയെക്കുറിച്ച് ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമും അന്വേഷണം നടത്തുന്നു. അങ്ങനെ സംസ്ഥാന ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെതിരെ ഇത്രയൊക്കെ അന്വേഷണം വന്നിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. ആ രീതിയിൽ ഗൗരവത്തിലെടുത്ത് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സമ്മർദ്ദം സർക്കാരിനെ നയിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കൂടി വന്നൊരു സാഹചര്യത്തിൽ ഇനിയും നടപടി നീട്ടാൻ സംസ്ഥാന സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ കഴിയില്ല. SKN. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. വരുന്ന മണിക്കൂറിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ എൻകൗണ്ടർ പ്രൈമിൽ നിങ്ങൾ മനാഫ് ലോറി ഉടമ അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉടമ സംസാരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എൻകൗണ്ടർ പ്രൈം ചർച്ചയിൽ അവസാനം ഹാഷ്മി താജ് ഇബ്രാഹിം ഒരു നിർദ്ദേശം വെച്ചിരുന്നു. ഹാഷ്മി പറഞ്ഞത് അർജുൻ്റെ കുടുംബമായിട്ടുള്ള അസ്വാരസ്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനായിട്ട് അർജുൻ്റെ കുടുംബത്തെ സന്ദർശിക്കണം എന്നായിരുന്നു ഹാഷ്മി പറഞ്ഞത്. എന്തായാലും മനാഫ് അർജുൻ്റെ കുടുംബത്തെ സന്ദർശിച്ചു. ഇന്നലത്തെ എൻകൗണ്ടർ പ്രൈമിലെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു എന്ന് നമുക്ക് മനസ്സിലായപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. പ്രതികരണത്തിൽ ഹാഷ്മി പറഞ്ഞ കാര്യം നമുക്ക് ആദ്യം നോക്കാം. മനാഫ് എന്തോ 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ആ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കയറി 4,10,000 സബ്സ്ക്രൈബേഴ്സായി. മനാഫ് അർജുൻ്റെ വീട്ടിലൊന്ന് പോവുക, ചായ ഭക്ഷണം കഴിക്കുക,
പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്തിട്ട് ആ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് എങ്ങനെ ഇരിക്കും? നല്ല കാര്യമാണ്, നല്ല ഐഡിയ ആണ്, കുഴപ്പമില്ല, നോക്കി നോക്കാം എന്താന്നുള്ളത്. ചെയ്യോ? ഞാൻ എന്ത് നല്ലത് അവർക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ അത് പരാതിയാവുന്നുണ്ട്, അതുകൊണ്ട് ഇനി പരാതി ആവില്ല, അവരായിട്ട് ക്ഷണിക്കട്ടെ, അപ്പം നോക്കാം. ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുകയാണ്. ഹാഷ്മി, യഥാർത്ഥത്തിൽ ഹാഷ്മി പറഞ്ഞ കാര്യം നല്ലൊരു നിർദ്ദേശമായിട്ട് അദ്ദേഹം കണക്കിലെടുത്തു. അദ്ദേഹം ഇന്ന് വീട്ടിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അതൊരു നല്ല കാര്യമാണ്. എന്തായാലും വീട് സന്ദർശിച്ചു എന്ന് മനസ്സിലാവുന്നു. സാധാരണഗതിയിൽ വലിയ വാക്പോരും ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് PR രാഷ്ട്രീയമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. വലിയ വാക്പോരും രാഷ്ട്രീയം അങ്ങനെ കത്തി നിൽക്കുന്ന ചർച്ചകളാണ്. ഇന്നലെ ചർച്ച പക്ഷേ ഭയങ്കര പോസിറ്റീവായി നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം പകരുന്ന ഒരു ചർച്ചയായിരുന്നു. അത് ഒരുപാട് പ്രേക്ഷകരും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു നിലപാടേ ഉള്ളൂ. അത് എല്ലാവരും മനാഫിനും മാൽപ്പയ്ക്കൊപ്പമാണ്, എല്ലാവരും അർജുന്റെ കുടുംബത്തിനോടൊപ്പമാണ്, എല്ലാവരും ചേർന്ന് നിൽക്കണം എന്ന സന്ദേശമാണ് ആ ചർച്ച പറയുന്നത്. അപ്പൊ ചർച്ചയുടെ ഏറ്റവും ഒടുവിൽ അതിന്റെ പോസിറ്റീവ് സ്പിരിറ്റിൽ ചോദിച്ചാണ് മനാഫ് ഇത്തരത്തിൽ അർജുന്റെ കുടുംബത്തെ പോയെന്ന് കണ്ടാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ അർജുന മനാഫ് നോക്കാന്ന് പറഞ്ഞു. ഇന്നിപ്പോ മനാഫ് അർജുന്റെ കുടുംബത്തെ പോയി സന്ദർശിച്ചു. അവര് ഈ പറയുന്ന പോലെ ചായ കുടിച്ചു, ഭക്ഷണം കഴിച്ചു. അതിനുശേഷം സത്യത്തിൽ ഈ പറയുന്ന പോലെ ഭീകര പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, കെട്ടിപ്പിടിച്ചു, ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതിനുശേഷം ഞാൻ അർജുന്റെ കുടുംബമായിട്ട് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും തീർന്നു, എല്ലാം കഴിഞ്ഞു. ഇനി ആ കുടുംബങ്ങൾ രണ്ടും, മനാഫിന്റെ കുടുംബവും അർജുന്റെ കുടുംബവും ഇനി ഒറ്റക്കെട്ടാണ്. ഇനി അതിന്റെ പുറത്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ രണ്ട് ചേരി തിരിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ കാര്യത്തിൽ ഞങ്ങൾ ഉത്തരവാദികളെയല്ല, ഞങ്ങൾക്ക് ഇനി പ്രശ്നങ്ങൾ ഞങ്ങൾ ഒരു കെട്ടാണ് എന്ന് പറയുന്നു. മനാഫിനെ വിളിച്ചിരുന്നു. മനാഫ് ഈ പറയുന്ന നിർദ്ദേശം അത് കൊള്ളാമെന്ന് തോന്നി, എന്നാൽ പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചു, പോയി കണ്ടു. ഈ കുടുംബങ്ങൾ നമ്മൾ ശിരൂരിൽ ആ സമയത്ത് ഈ അപകട സമയത്ത് അവിടെ പോയപ്പോൾ നമ്മൾ ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്നവരാണ്. ഇപ്പോ ഈ അർജുന്റെ കുടുംബമാണെങ്കിലും ഈ അർജുന്റെ അളിയനാണെങ്കിലും മനാഫാണെങ്കിലും നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരാണെങ്കിലും നമ്മൾ ഒരുമിച്ച് അവിടെ നിന്നവരാണ്. ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടങ്ങളും ആശങ്കകളും ആദികളും പങ്കിട്ടവരാണ്. അപ്പോൾ ഇനിയുള്ള ആ ബോണ്ട് അവർക്കിടയിൽ എന്തായാലും ഉണ്ട്. ഒരു ദുരന്തകാലത്ത് ഉണ്ടാവുന്ന ബോണ്ട് അതങ്ങനെ അവസാനിച്ചു പോകേണ്ട ഒരു ബോണ്ടല്ല. അപ്പൊ ആ ബോണ്ട് ഇനി ഒരു സന്തോഷം ഉണ്ടാകുമ്പോഴും അവർ പരസ്പരം പങ്കിടേണ്ടവരാണ്. അതിനുള്ള എല്ലാ കെമിസ്ട്രിയും ആ കുടുംബങ്ങൾ തമ്മിലുണ്ട്. ഇപ്പൊ ചെറിയ ചില സൗന്ദര്യ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു. അത് എന്തായാലും അത് തീരുന്നു. അത് നന്നായിട്ട് പോട്ടെ. ഇനി ആ രണ്ട് കുടുംബങ്ങളും അങ്ങനെ ഗംഭീരമായി അവർക്ക് അവരുടെ ജീവിതമാണ്, അവരെ അതിശക്തമായി മുന്നോട്ട് പോകട്ടെ. അതിന് പുറത്തുള്ള ആളുകൾ ഇനി സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി ചെയ്യാതിരിക്കട്ടെ. എന്തായാലും കണ്ണാടിക്കലിലെ വസതിയിൽ, അർജുൻ്റെ വസതിയിൽ മനാഫ് ഇന്ന് സന്ദർശനം നടത്തി. എന്തായാലും രണ്ടുപേരും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് ഹാഷ്മി താജ് ഇബ്രാഹിമിനെ മനാഫ് അറിയിച്ചത്. മനാഫിനോട് ടെലിഫോണിൽ ബന്ധപ്പെടാൻ ഞാനിപ്പോൾ ഒരു ശ്രമം നടത്തി. പക്ഷേ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൻ്റെ ടെലിഫോൺ അദ്ദേഹം നിരന്തരമായി കട്ട് ചെയ്യാണ്. വേറെ എവിടെയെങ്കിലും അത് എൻഗേജ് ആയിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും മനാഫ്, താങ്ക് യു. നന്നത് വളരെ നന്നായി. എന്തായാലും ഈ അർജുൻ്റെ കുടുംബത്തോട് താങ്കൾക്ക് കടപ്പാടുണ്ടെന്ന് താങ്കൾ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ ആ കുടുംബവും സ്വാരസ്യങ്ങളെ ഒഴിവാക്കി രണ്ടുപേരും ഒന്നിച്ച് തന്നെ സമാധാനപരമായിട്ട് നീങ്ങുക. അങ്ങനെ ഹാഷ്മി താജ് ഇബ്രാഹിം എൻകൗണ്ടർ പ്രൈമിൽ പറഞ്ഞ കാര്യം നടപ്പിൽ വന്നു എന്നറിയുമ്പോൾ നമുക്കും സന്തോഷം, ഒരാശ്വാസമുണ്ട്. കാര്യം വെറുതെ പരസ്പരം ചെളിവാരി എറിഞ്ഞ് കൂടുതൽ ചീത്തയാകാതെ പോകുന്നതാണല്ലോ രണ്ട് കൂട്ടർക്കും നല്ലത്. അത് നന്നായി. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പ്രേക്ഷകരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. കേരളത്തിൻ്റെ തന്ത്രപ്രധാന സേന സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, അതായത് SOGയുടെ രഹസ്യങ്ങൾ ചോർത്തിയതിന് PV അൻവർ MLA-ക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി FIR ഇട്ടിരിക്കുന്നു. ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് FIR. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രവർത്തനം എന്നും FIR-ൽ പരാമർശം. 24 ബിഗ് ബ്രേക്കിംഗ്. ദീപക് തർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ദീപക്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു FIR പോലീസ് ഇട്ട് കഴിഞ്ഞോ? SKN FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. മഞ്ചേരി പോലീസാണ് PV അൻവർ MLA-ക്കെതിരെ ഗുരുതര വകുപ്പ് ചുമത്തി FIR ഇട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BNS-ലെ സെക്ഷൻ പ്രകാരം, അതായത് ക്രിമിനൽ ഗൂഢാലോചനയ്ക്കാണ് ഈ കുറ്റം ചുമത്തിയാണ് FIR ഇട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട് SKN. ഒന്ന്, ഈ ക്രിമിനൽ ഗൂഢാലോചന ചുമത്തുന്നതിനൊപ്പം തന്നെ IT ആക്ടിലെ 2 വകുപ്പുകൾ 43, 66, ഇതുകൂടാതെ ഔദ്യോഗിക രഹസ്യ ചോർത്തൽ, അതായത് അൻവറിനെ കൃത്യമായി പൂട്ടുന്ന വിധത്തിലാണ് ഈ FIR എന്നുള്ളത് വ്യക്തം. മാത്രവുമല്ല, FIR-ൽ ഇങ്ങനെ ഒരു വിവരമുള്ളത് കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്, നമുക്ക് വിവരം ലഭിക്കുകയാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തെയും രാജ്യസുരക്ഷയെയും വെല്ലുവിളിക്കും വിധത്തിലുള്ള ഗൂഢാലോചന മറ്റാരുടെയോ സഹായത്തോടെ നടത്തി എന്ന് FIR-ൽ ഗുരുതരമായ ഒരു പരാമർശം
പരാമർശമുണ്ട് എന്നുകൂടി മനസ്സിലാക്കുകയാണ് നമ്മൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN SOG കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ദേശീയ നിലവാരത്തിലുള്ള ട്രെയിനിങ് കഴിഞ്ഞ മിലിറ്റന്റ് ഓപ്പറേഷൻസ് നടത്തുന്ന, മാവോയിസ്റ്റ് ഓപ്പറേഷൻ നടത്തുന്ന ഒരു സേനയാണ്. അണ്ടർ കവർ ഓപ്പറേഷനാണ് അവർ നടത്തുന്നത്. SOG ആണ് എന്ന് പരസ്യമായി പൊതുവിൽ ഉദ്യോഗസ്ഥർ പുറത്തു പറയുക പോലുമില്ല. കാരണം അവർക്ക് യൂണിഫോം പോലും വ്യത്യസ്തം. മാത്രവുമല്ല, അവർ ഒരു കേന്ദ്ര സേനയ്ക്ക് സമാനമായുള്ള ഓപ്പറേഷൻ നടത്തുന്നവരാണ്. കാട്ടിൽ, ടെറൈനിൽ അവർ വസിക്കുന്നു, അണ്ടർ കവറായി പ്രവർത്തിക്കുന്നു, വാന നിരീക്ഷകരായി, അതുപോലെ പരിസ്ഥിതി ഗവേഷകരായി, ഇതുകൂടാതെ തന്നെ ഈ ഓപ്പറേഷൻ നടത്തുന്ന സൈനികരായി അങ്ങനെ പ്രവർത്തിക്കുന്ന SOG സേനയുടെ രഹസ്യങ്ങൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ടിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ട വിവരങ്ങൾ ചില ചാനലുകൾ അത് ആദ്യം വാർത്ത നൽകി. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് PV അൻവറിനെ മാത്രം പ്രതിയാക്കിയാണ് ഇപ്പോൾ FIR. അതിൽ BNS-ലെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരിക്കുന്നു. IT ആക്ടിലെയും അതുപോലെ തന്നെ ഔദ്യോഗിക രഹസ്യം ചോർത്തൽ എന്ന നിയമത്തിലെ ആ ആക്ടിലെ വകുപ്പുകളും കൂടി ചേർത്തിരിക്കുകയാണ്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് മലപ്പുറം പോലീസിലെ മഞ്ചേരി പോലീസിൽ FIR ഇട്ടിരിക്കുന്നത്. ഈ FIR പരസ്യപ്പെടുത്തിയിട്ടില്ല. അതായത് ചില കേസുകളിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട FIR ആണെങ്കിൽ അത് പരസ്യപ്പെടുത്തില്ല കേരള പോലീസിന്റെ സൈറ്റിൽ. ആ ഗണത്തിലേക്കാണ്, ആ കാറ്റഗറിയിലേക്കാണ് കേരള പോലീസ് ഇതിനെ മാറ്റിയിരിക്കുന്നത്. SKN. ഓക്കെ, ദീപക് തർമുടമാണ് ഈ വാർത്ത നമ്മളുമായി ബ്രേക്ക് ചെയ്യുന്നത്. PV അൻവർ MLA-ക്കെതിരെ അതിഗുരുതരമായ വകുപ്പുകൾ ചുമത്തി FIR ഇട്ടിരിക്കുന്നു. ഭാരതീയ നീതിന്യായ സംഹിതയിലെ 61-ാം വകുപ്പ് തന്നെ ചുമത്തിയിരിക്കുകയാണ്. ക്രിമിനൽ ഗൂഢാലോചന കുറ്റമാണ് FIR ചുമത്തിയിരിക്കുന്നത്. IT ആക്ടിലെ 43, 66 വകുപ്പുകളും ഇദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയുന്നത്. കേരളത്തിൻ്റെ തന്ത്രപ്രധാന സേന സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ രഹസ്യങ്ങൾ ചോർത്തിയെന്നാണ് FIR-ൽ പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുവനന്തപുരം SAT ആശുപത്രിയിലെ വൈദ്യുതി മുടക്കത്തിൽ പൊതുമരാമത്ത് വൈദ്യുതി വകുപ്പുകളെ പരസ്യമായി CPM MLA-യും നേതാവുമായ കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചു. തിരുവനന്തപുരത്ത് KSEB സംഘടിപ്പിച്ച ഉപഭോക്തൃ സേവന വാരാചരണവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കവെയാണ് കടകംപള്ളി സർക്കാർ വകുപ്പുകൾക്കെതിരെ ആഞ്ഞടിച്ചത്. വൈദ്യുതി മുടക്കത്തിലെ വീഴ്ചയിൽ ന്യായീകരണമില്ലെന്നും സംഭവം യാദൃച്ഛികമല്ലെന്നും ശ്രദ്ധയില്ലായ്മയാണ് ഇതിന് കാരണമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വെച്ചു. PA മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യുന്ന പൊതുമരാമത്ത് വകുപ്പിനെതിരെ മുൻപ് കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ പരസ്യ വിമർശനം വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ആദ്യം നമുക്ക് കടകംപള്ളി പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസം SNT ഹോസ്പിറ്റലിൽ ഉണ്ടായതുപോലുള്ള ആക്ഷേപങ്ങൾക്ക് അതിന് ന്യായീകരണമൊന്നും നമുക്കില്ലെന്നുള്ള കാര്യവും ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കാതെ പോകുന്നത് ശരിയാവില്ല. ഏതായാലും 2 മണിക്കൂറിലധികം നേരം SNT ഹോസ്പിറ്റലിൽ വൈദ്യുതി ഇല്ലാതെ പോയത് അത് യാദൃച്ഛികമാണെന്ന് പറയാൻ വേണ്ടി പറ്റുകയല്ല. അത് നമ്മുടെ ശ്രദ്ധയില്ലായ്മ തന്നെയാണ്, യാദൃച്ഛികമല്ല. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഇടം ഏതാണെന്ന് പോലും ഗൗരവത്തോടുകൂടി മനസ്സിലാക്കാനായിട്ട് വൈദ്യുതി ബോർഡിനോ ആരോഗ്യ വകുപ്പിനോ ബന്ധപ്പെട്ട ആളുകൾക്കോ സാധിക്കാതെ പോയി എന്നുള്ള ഒരു ഗൗരവതരമായിട്ടുള്ള പ്രശ്നവും ഇതുപോലൊരു കൂട്ടായ്മയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഭാവിയിൽ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതാണ് ഈ യോഗത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. ഇനി കൂടുതൽ വിശദാംശങ്ങളുമായി ഷെഫീദ് റാവുത്തർ ചേരുന്നു. ഷെഫീദ്, ശരിക്കും നേരത്തെ ഇദ്ദേഹം ഇങ്ങനൊരു കാര്യം പറഞ്ഞ് പുലിവാലി പിടിച്ചതാണ്. കടകംപള്ളിക്ക് ഒരു അനുഭവം ഉണ്ട്. അപ്പോൾ വീണ്ടും അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പിനെതിരെ ഈ പരോക്ഷമായി, ഒരുപക്ഷെ അത്ര പരോക്ഷമാണെന്നും പറയാൻ കഴിയില്ല, ഈ വിമർശനവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. SKN, അത് പരോക്ഷമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. SKN സൂചിപ്പിച്ചതുപോലെ, കാരണം അതൊരു പ്രത്യക്ഷ വിമർശനം തന്നെയാണ്. കാരണം SAT ആശുപത്രിയിലെ വൈദ്യുതി മുടക്കത്തിൽ അത് ആരുടെ വീഴ്ചയാണ് എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ ചർച്ചയായി പൊതുമധ്യത്തിലുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം SAT ആശുപത്രിയിലെ ജനറേറ്റർ മെയിൻ്റനൻസിൻ്റെ ചുമതല അത് PWDക്കാണ്. ആ PWD വിഭാഗത്തിൽപ്പെട്ട 3 ഉദ്യോഗസ്ഥരെ ഈ വീഴ്ചയ്ക്ക് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. അതൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കാം കടകംപള്ളി സുരേന്ദ്രൻ. ഇന്ന് വൈദ്യുതി വകുപ്പ് സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടിയിലാണ് അദ്ദേഹം ഈ വിമർശനം ഉന്നയിച്ചത്. അതായത് ഒരു മുൻമന്ത്രി, ഒരു MLA, തലസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട CPM-ന്റെ നേതാവ്, അദ്ദേഹം വകുപ്പുകളെ വിമർശിച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറഞ്ഞത് വൈദ്യുതി മുടക്കത്തിലെ വീഴ്ചയിൽ ഒരു ന്യായീകരണവുമില്ല, സംഭവം യാദൃശ്ചികമല്ല, ശ്രദ്ധയില്ലായ്മയാണ്. കൈകാര്യം ചെയ്യുന്ന ഇടം ഏതാണെന്ന് ഗൗരവത്തിൽ മനസ്സിലാക്കിയില്ല. ഈ വിഷയത്തിൽ അത് ആശുപത്രിയാണെന്നും ആ ഇടം ഗൗരവമായി കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നതിലും ബന്ധപ്പെട്ട വകുപ്പിന് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ വിമർശനം. മാത്രവുമല്ല, അത് മനസ്സിലാക്കാൻ ബന്ധപ്പെട്ട വകുപ്പിനോ, അതൊരു പക്ഷേ പൊതുമരാമത്ത് വകുപ്പ് തന്നെ ആയിരിക്കാം, വൈദ്യുതി ബോർഡിനോ ആരോഗ്യ വകുപ്പിനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ഈ വിഷയത്തിലെ വിമർശനം. ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതെ നോക്കണമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പൊതുമരാമത്ത് വകുപ്പിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ ഒരു പോര് അത് മുഹമ്മദ് റിയാസ്
കടകംപള്ളി സുരേന്ദ്രൻ പരസ്യ ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോവുകയും CPM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ വരെ ചർച്ചയാവുകയും നിയമസഭയിൽ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതേ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ പൊതുമരാമത്ത് വകുപ്പിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സ്കെയിൻ. ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവുത്തർ. മറ്റൊരു വിവരം അറിയിക്കുന്നുണ്ട്. DGP മുഖ്യമന്ത്രി നേരിൽ കാണാൻ സാധ്യതയുണ്ട്. റിപ്പോർട്ടിലെ വിവരങ്ങൾ മുഖ്യമന്ത്രി നേരിൽ കണ്ട് ധരിപ്പിക്കാനാണ് അദ്ദേഹം സമയം ചോദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി സമയം അനുവദിച്ചാൽ ഉടൻ തന്നെ ഈ കൂടിക്കാഴ്ച ഉണ്ടാകും എന്നുകൂടി ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം പ്രൈം ടൈമിലേക്ക്. നിങ്ങൾക്കറിയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇനി അതിനു മുമ്പ് നമുക്ക് ഹെഡ്ലൈൻസ് ഉണ്ട്, പ്രധാനപ്പെട്ട വാർത്തകൾ. അതുപോലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം സംഭവിച്ചു. മനാബ് അർജുൻ്റെ വീട്ടിലേക്ക് പോയി കാര്യങ്ങളൊക്കെ അസ്വാരസ്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. അതിൻ്റെ ചില പുതിയ ദൃശ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതുകൂടി ഞാൻ പ്രേക്ഷകരെ വളരെ വൈകാതെ കാണിച്ചു തരാം. അപ്പോൾ ആ രണ്ട് വിഭാഗമായി നിന്ന് പൊരുതുന്നതൊക്കെ അവസാനിച്ചു എന്ന് വേണം കരുതാൻ. ഇനി ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. 24 വീക്ക് ബ്രേക്കിംഗ്. ADGP MR രാജീവ് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് DGP കൈമാറി. റിപ്പോർട്ടിൽ ഗൗരവ സ്വഭാവത്തിലുള്ള നിരീക്ഷണങ്ങളുണ്ടെന്ന് സൂചന. നടപടി സ്ഥാനചലനത്തിൽ ഒതുങ്ങില്ലെന്ന് സൂചന. PV അൻവറിന്റെ ആരോപണങ്ങളും RSS കൂടിക്കാഴ്ചയിലെ കണ്ടെത്തലുകളും റിപ്പോർട്ടിൽ പറയുന്നു. ഉള്ളടക്കം ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം. 24 വീക്ക് ബ്രേക്കിംഗ്. കേരളത്തിന്റെ തന്ത്രപ്രധാന സേന സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ രഹസ്യങ്ങൾ ചോർത്തിയതിന് PV അൻവർ MLA-ക്കെതിരെ ഗുരുതര വകുപ്പ് ചുമത്തി പോലീസ് FIR ഇട്ടു. ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തി FIR രജിസ്റ്റർ ചെയ്തത് മഞ്ചേരി പോലീസ്. DMK-യുടെ ഭാഗമാകുമെന്ന സൂചന നൽകി PV അൻവർ. DMK നേതാക്കളുമായി ചെന്നൈയിൽ PV അൻവറിന്റെ കൂടിക്കാഴ്ച. തിരക്കിട്ട നീക്കം. നാളെ പാർട്ടി പ്രഖ്യാപനം മഞ്ചേരിയിൽ നടക്കാനിരിക്കെ. ഹരിയാനയിൽ കോൺഗ്രസ് മുന്നേറ്റവും ജമ്മുകാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന്റെ സാധ്യതയും പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഹരിയാനയിൽ കോൺഗ്രസ് 52 സീറ്റ് നേടി അധികാരത്തിലേക്കെന്ന് 24 പോൾ ഓഫ് പോൾസ് പ്രവചനം. ജമ്മുകാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് പോൾ ഓഫ് പോൾസ് പ്രവചിക്കുന്നത് 44 സീറ്റ്. ഹരിയാനയിൽ എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് അനുകൂലം. ജമ്മുകാശ്മീരിൽ സ്വതന്ത്ര നിർണായകമാകുമെന്ന് സൂചന. ADGP വിവാദത്തിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഒറ്റപ്പെട്ട ബിനോയ് വിശ്വം. PR വിവാദം ചർച്ചയ്ക്കെടുക്കാനുള്ള നീക്കത്തിന് സെക്രട്ടറി തടയിട്ടതിൽ അംഗങ്ങൾക്ക് അതൃപ്തി. ജനയുഗത്തിലേക്ക് പ്രകാശ് ബാബുവിന്റെ ലേഖനത്തെ വിമർശിച്ച ബിനോയ് വിശ്വത്തോട് യോജിക്കാതെ അംഗങ്ങൾ. ഒരാൾക്ക് മാത്രം മിണ്ടാമെന്ന അവസ്ഥ CPI-യിൽ ഇല്ലെന്ന് ബിനോയ് വിശ്വം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. NCP-യിലെ മന്ത്രിമാറ്റ തർക്കത്തിൽ ശരത് പവാർ ഇടപെട്ടേക്കും. സാഹചര്യം ദേശീയ അധ്യക്ഷനെ ധരിപ്പിച്ച PC ചാക്കോ. മുഖ്യമന്ത്രിയിൽ നിന്ന് അനുകൂല തീരുമാനമില്ലെങ്കിൽ കടുത്ത നിലപാടും ആലോചനയിൽ. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കുറ്റവിമുക്തനായി. 6 പ്രതികളുടെയും വിടുതൽ ഹർജി അംഗീകരിച്ച് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി. സത്യം ജയിച്ചെന്ന K. സുരേന്ദ്രൻ. അപ്പീൽ നൽകുമെന്ന് പരാതിക്കാരൻ. പ്രശസ്ത റേഡിയോ വാർത്താ വായനക്കാരൻ പ്രക്ഷേപകനുമായി M. രാമചന്ദ്രന് വിട. അന്ത്യം തിരുവനന്തപുരത്ത് 91 വയസ്സിൽ. ദീർഘകാലം ആകാശവാണിയിലെ വാർത്താ വായനക്കാരൻ. വാർത്തകൾ വായിക്കുന്നത് M. രാമചന്ദ്രൻ എന്ന ആമുഖം മലയാളികൾക്ക് ഏറെ സുപരിചിതം. 24-ലെ കണ്ടതും കേട്ടതും കൗതുക വാർത്തകൾ എന്നീ പരിപാടികളിലും ആ ശബ്ദം അലയടിച്ചു. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് മുന്നണികൾ. പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ അടുത്തയാഴ്ച പ്രഖ്യാപിക്കാൻ CPIM. ചേലക്കരയിലെ സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി തിങ്കളാഴ്ച തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരും. മുൻ MLA UR പ്രദീപ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യത കൂടുന്നു. ആലത്തൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിന് മുൻഗണന. ശബരിമലയിൽ ഇത്തവണ മണ്ഡല മകരവിളക്ക് കാലത്ത് ഓൺലൈൻ ബുക്കിംഗ് മാത്രം. പ്രതിദിനം പരമാവധി 80,000 പേർക്ക് ദർശന സൗകര്യം. നിലയ്ക്കലിലും എരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കാനും അവലോകന യോഗത്തിൽ ഇന്ന് തീരുമാനമുണ്ടായി. മറ്റു വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഒരു ആദരാഞ്ജലി അർപ്പിക്കാനുണ്ട്. നിങ്ങൾക്കറിയുന്നതുപോലെ ഏതാണ്ട് 3 പതിറ്റാണ്ടിലധികം ആകാശവാണിയിൽ ശബ്ദജാലം കൊണ്ട് അത്ഭുതങ്ങൾ വിരചിച്ച രാമചന്ദ്രൻ എന്ന വാർത്താ വായനക്കാരൻ ഇന്ന്
അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരുപക്ഷെ പ്രക്ഷേപണ കലയ്ക്ക് തന്നെ തീരാത്ത നഷ്ടമാണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും അറിയാം. ഒരു കാലയളവിൽ കേരളത്തിലെ വാർത്താ പാരായണം റേഡിയോ ആയിരുന്ന കാലത്ത് ഈ റേഡിയോ ശ്രോതാക്കൾക്ക് ഏറ്റവും സുപരിചിതനായ വാർത്താ വായനക്കാരനായിരുന്നു രാമചന്ദ്രൻ. പ്രതാപനും രാമചന്ദ്രനുമായിരുന്നു കേരളത്തിലെ റേഡിയോ നിലയങ്ങളിൽ ഏറ്റവും പ്രശസ്തരായ വാർത്താ വായനക്കാർ. ഒരുപക്ഷെ ഈ 3 പതിറ്റാണ്ടിലധികം ആകാശവാണിയിൽ സേവിച്ചതിന് ശേഷം സ്വകാര്യ റേഡിയോ നിലയങ്ങളിലും അദ്ദേഹം ജോലി ചെയ്തു. ഏറ്റവും അവസാനം അദ്ദേഹം 24-ൻ്റെ കണ്ടതും കേട്ടതും കൗതുക വാർത്തകൾ എന്നീ പരിപാടിയിലും അദ്ദേഹം ശബ്ദം നൽകി. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് തുല്യമായി മറ്റൊരു ശബ്ദം റേഡിയോയിൽ വാർത്താ വായനയ്ക്കായി ഉണ്ടായിട്ടില്ല എന്നത് നേര്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം നാളെ തിരുവനന്തപുരത്തെ ശാന്തി കവാടത്തിൽ നടക്കുകയാണ്. വളരെ വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് കടന്നുപോയിരിക്കുന്നത്. നമ്മുടെ പ്രക്ഷേപണ കലയ്ക്ക് തീരാത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞിലെ SK ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. വാർദ്ധക്യ സംബന്ധമായ കുറേ അസുഖങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. എന്തായാലും ഈ വിയോഗം ഇപ്പോഴുണ്ടായി. ഇന്ന് ആ വാർത്ത വന്നു ഉച്ചയ്ക്ക്. രാവിലെ തന്നെ ആ വാർത്ത എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷേ രാമേന്ദ്രൻ ചേട്ടൻ എല്ലാവിധമായ ആദരാഞ്ജലികളും രേഖപ്പെടുത്തുന്നു. 24-ന് തീർച്ചയായും സങ്കടകരമായ സാഹചര്യമുണ്ട്. ഒരുപാട് നല്ല നിമിഷങ്ങൾ അദ്ദേഹം നമ്മുടെ ഈ ടെലിവിഷൻ ചാനലിന് സമ്മാനിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശബ്ദത്തിലൂടെ ഒരുപക്ഷെ രാമേന്ദ്രൻ ചേട്ടൻ ജീവിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ബംഗാളി സിനിമാ താരം കേരളത്തിലെ പരിപാടിയിൽ നിന്നും വീണ്ടും പിന്മാറി. ഈ മാസം 12-ന് കോഴിക്കോട് നിശ്ചയിച്ച ഡോക്ടർ VC ഹാരിസ് അനുസ്മരണ പരിപാടിയിൽ നിന്നാണ് ഇവർ പിന്മാറിയത്. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ പോകുന്നതിൽ കുടുംബത്തിന് ആശങ്കയുണ്ടെന്ന് സിനിമാ താരം പറഞ്ഞു. 24 ബ്രേക്കിംഗ്. Due to personal reasons, my family, the present scenario that the present issues that I'm having with the Malayalam film industry, as you may well be aware of. Hence my family is a bit concerned about my safety, and to top issue with my ankle right now while exercising. I am not fit physically, and my daughter and my family, my brother, sister-in-law doesn't want in this condition where I'm having issues with the Malayalam film industry. Me traveling alone to Kerala is for them a very big red flag, and I cannot go against them. കേരളത്തിലേക്ക് വരാൻ കുടുംബം അനുവദിക്കുന്നില്ല, അവരുടെ സുരക്ഷയ്ക്ക് വെല്ലുവിളിയുണ്ട് എന്ന രീതിയിൽ കുടുംബം തടയുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകും. ബൽറാം, യഥാർത്ഥത്തിൽ അവരുടെ ഭയം എന്താണ്? SKN അവർ ഒരു വീഡിയോയിലൂടെയാണ് താൻ കേരളത്തിൽ നിശ്ചയിച്ച പരിപാടിയിൽ നിന്നും പിന്മാറുന്നു എന്നുള്ളത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെയും സെപ്റ്റംബർ 10-ന് കൊച്ചിയിൽ നിശ്ചയിച്ച പരിപാടിയിൽ നിന്നും സമാനമായി തന്നെ ഈ ബംഗാളി നടി പിന്മാറിയിരുന്നു. പുതിയ വീഡിയോയിൽ അവർ വ്യക്തമാക്കുന്നത് നിലവിൽ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട താൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൽ തൻ്റെ കുടുംബത്തിന് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആശങ്കയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളും മകളും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും കേരളത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞിരിക്കുകയാണ് എന്നും അവർ വിശദീകരിക്കുന്നു. ഒപ്പം തന്നെ വ്യായാമത്തിനിടെ തൻ്റെ കാലിന് പരിക്കേറ്റു എന്നും ഈ 2 കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ നിശ്ചയിച്ചിരുന്ന ഈ വരുന്ന 12-ാം തീയതി കോഴിക്കോട് നിശ്ചയിച്ചിരുന്ന പരിപാടിയിൽ നിന്നും പിന്മാറുകയാണ് എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഡോക്ടർ VC ഹാരിസ് അനുസ്മരണ പരിപാടിയിലായിരുന്നു ഇവർ മുഖ്യ പ്രഭാഷണം നടത്തേണ്ടിയിരുന്നത്. ഈ പരിപാടിയിൽ നിന്നാണ് പിന്മാറുന്നതായി അവർ അറിയിച്ചിരിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കാൻ തനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്നും ഈ നടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ ഒരു വസ്ത്രവ്യാപാരശാലയിൽ മോഷണം നടന്നതായി YS അഭിനന്ദ് നമ്മളെ അറിയിക്കുന്നു. തോപ്പുംപടിയിൽ 5 ലക്ഷം രൂപയുടെ വസ്ത്രങ്ങൾ മോഷ്ടിച്ച പ്രതിയിൽ പോലീസ് പിടിയിലായിട്ടുണ്ട്. പള്ളുരുത്തി സ്വദേശി ഷിഗാബാണ് തോപ്പുംപടി പോലീസിൻ്റെ കസ്റ്റഡിയിൽ ആയിപ്പോയത്. വളരെ സന്തോഷമുള്ളൊരു വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു. അർജുൻ്റെ കുടുംബത്തെ സന്ദർശിച്ച ലോറി ഉടമ മനാഫ് ഇന്നലെ പ്രൈം ടൈം വിത്ത് നോട്ട് പ്രൈം ടൈം എൻകൗണ്ടർ പ്രൈം എന്ന പരിപാടിയിൽ ആഷ്മി താജ് ഇബ്രാഹിമിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. ആഷ്മി ചോദിച്ചത് താങ്കൾക്ക് അർജുൻ്റെ വീടൊന്ന് സന്ദർശിച്ച് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് സന്തോഷമായിട്ട്
അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു നല്ലൊരു കാര്യമാണ്, എന്തായാലും അദ്ദേഹം ഇന്ന് അവിടെ സന്ദർശിച്ചു, പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നാണ് രണ്ട് കുടുംബങ്ങളും അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം അവസാനിച്ചു. അപ്പോൾ അർജുൻ അവിടെ എത്തി, കുടുംബവും അതിനൊപ്പം ഉയർന്നു. അർജുൻ്റെ കുടുംബവും ആ രീതിയിലായി. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കും. പറയൂ സമീർ. എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. രണ്ട് കുടുംബങ്ങൾ വലിയ രീതിയിലുള്ള അകൽച്ചയിലേക്ക് നീങ്ങുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ. അതിലിപ്പോൾ ഒരു വിരാമമാകുന്നു എന്നുള്ളത് തന്നെയാണ് സന്തോഷകരമായ ഒരു കാര്യം. അതിന് 24 നിമിത്തമായി എന്ന് കൂടി നമുക്ക് പറയാം, അതിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്നലെ ഹാഷ്മി താജ് ഇബ്രാഹിമാണ് അത് മനാഫിനോട് ചോദിച്ചത്, മനാഫ് താങ്കൾക്ക് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോൾ അതിനൊരു പരിഹാരമായിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് അർജുൻ്റെ വീട്ടിലേക്ക് പോകാനും ആ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനും കഴിഞ്ഞാൽ, അവരോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾക്കൊക്കെ തന്നെ ഒരു പരിഹാരമാകില്ലേ എന്ന് ചോദിച്ചിരുന്നു. അതിനൊരു ഉത്തരമായിക്കൊണ്ടാണ് ഇന്ന് സന്ധ്യയോടുകൂടെ മനാഫ് അർജുൻ്റെ വീട്ടിലെത്തി. ഒപ്പം തന്നെ മനാഫിൻ്റെ സഹോദരൻ മുബീൻ ഉണ്ടായിരുന്നു, മറ്റ് കുടുംബാംഗങ്ങളായിട്ടുള്ള 2 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ അർജുൻ്റെ രക്ഷിതാക്കൾ, അതുപോലെ തന്നെ അർജുൻ്റെ സഹോദരി അഞ്ജു, ഒപ്പം തന്നെ സഹോദരനായിട്ടുള്ള അഭിജിത്ത്, കൂടാതെ എപ്പോഴും മനാഫിനൊപ്പം ഉണ്ടായിരുന്ന ഷിരൂരിൽ ഏറെ സമയം ചെലവഴിച്ച വ്യക്തി കൂടിയാണ് അഞ്ജുവിൻ്റെ ഭർത്താവ് ജിതിൻ. ഇവരോടെല്ലാം തന്നെ സംസാരിച്ചു. ഇതിനൊടുവിൽ ഈ 2 കൂട്ടരും ഒരുപോലെ പറയുന്നു, തങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല, ഈ വിഷയങ്ങളെല്ലാം തന്നെ അവസാനിച്ചു, ഒരുമയോടുകൂടെ മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യമാണ് തങ്ങൾക്കെല്ലാം ഉള്ളത് എന്ന കാര്യവും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ഒരു 2 കുടുംബങ്ങൾ തമ്മിലുള്ള വലിയ വിഷയത്തിലേക്ക് നീങ്ങുന്ന, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നവമാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയാക്കുകയും അത് ഒരു വർഗീയ പരാമർശങ്ങൾ ഉൾപ്പെടെ നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ അവസാനിക്കുന്നു. ആ വിധത്തിലുള്ള കാര്യങ്ങളൊന്നും ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്ന് 2 കുടുംബവും ഒരുപോലെ പറയുകയും ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ അർജുൻ്റെ കുടുംബവും അതുപോലെ മനാഫും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ് ഈ 2 വ്യക്തികൾ, 2 കുടുംബങ്ങൾ. അതുപോലെ തന്നെ അവരുടെ ആ ഒരു സന്തോഷത്തിൽ എല്ലാവർക്കും പങ്കുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് 24-നും ഒരു അഭിമാന നിമിഷം തന്നെയാണ് SKN. ഓക്കെ, താങ്ക് യു. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപാട് പ്രേക്ഷകർ ഈ രാമേന്ദ്രനെ അനുസ്മരിക്കുന്ന യൂട്യൂബ് സന്ദേശങ്ങൾ അറിയിക്കുന്നുണ്ട്. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയങ്കരമായ ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ 12:40 റേഡിയോ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്ന കൗതുക വാർത്തകൾ. ഒരാഴ്ച ഒരിക്കൽ ഞായറാഴ്ചയിലാണ് 12:40 ഈ പരിപാടി വന്നുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ ഹിറ്റായിട്ടുള്ള റേഡിയോ പ്രോഗ്രാം ഏത് എന്ന് ചോദിച്ചാൽ അന്ന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ അവതരണ രീതിയൊക്കെ തന്നെ അക്ഷരശുദ്ധിയോടെ, വ്യാകരണപ്പിഴവില്ലാതെ, കുത്തും കോമയും കൊളുത്തുമൊക്കെ ഇട്ട് അദ്ദേഹത്തിൻ്റെ വായനാ രീതി പുതിയ വാർത്താ പ്രേക്ഷകർക്കൊക്കെ അനുകരിക്കാവുന്നതാണ്. ഇനി മറ്റൊരു സ്റ്റോറിയിലേക്ക്. NCPയിലെ മന്ത്രിമാറ്റം സംബന്ധിച്ച് തീരുമാനം വൈകുന്നതിൽ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഇടപെടാൻ സാധ്യത. സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ ശരത് പവാറിനെ കണ്ട് സാഹചര്യം ധരിപ്പിച്ചു. നിയമസഭാ സമ്മേളനം കഴിയും വരെ കാത്തിരിക്കുമെന്നും അനുകൂല തീരുമാനം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായില്ലെങ്കിൽ മുന്നണിയിൽ തുടരണോ എന്നത് തങ്ങൾ ആലോചിക്കുമെന്നും PC ചാക്കോ ഒരു നിലപാടെടുത്തതായി അറിയുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും തത്സമയം ചേരുന്നു. ശ്രീനാഥ്, അത്ര കർക്കശമായൊരു തീരുമാനത്തിലേക്ക് ഇവർ പോകുന്നത് എന്തുകൊണ്ടാണ്? AK ശശീന്ദ്രനെ മാറ്റാൻ എതിർപ്പ് ഉള്ളത് മുഖ്യമന്ത്രിക്കാണെന്നുള്ള തോന്നലാണോ? മന്ത്രിമാറ്റത്തിൻ്റെ കാര്യത്തിൽ SKN ഈ പാർട്ടിക്കുള്ളിലുള്ള തമ്മിലടി അത് ഏതാണ്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ദേശീയ നേതൃത്വം എടുക്കുന്ന ഒരു തീരുമാനത്തോട് താൻ സഹകരിക്കാമെന്ന് AK ശശീന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് എതിർപ്പുണ്ടെങ്കിലും അത് മാറ്റിവെക്കാൻ ഒരു ഘട്ടമെത്തിയപ്പോൾ അദ്ദേഹം തയ്യാറായതാണ്. എന്നിട്ട് പോലും ആ തീരുമാനം നടപ്പാക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. പാർട്ടിക്കുള്ള മന്ത്രിസ്ഥാനത്തിൽ ആര് വേണം എന്നുള്ള തീരുമാനം പാർട്ടിക്ക് ഒറ്റയ്ക്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പാർട്ടി എത്തുന്നു. അതൊരു പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് എതിരെ എടുത്തിട്ടുള്ള ഒരു നിലപാടാണ്. ആ നിലപാട് മാറാതെ തോമസ് കെ തോമസിനെ ഇപ്പോൾ മന്ത്രിയാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് കൂടുതൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് NCP കടക്കുന്നത്. ഇന്നിപ്പോൾ പൂനെയിൽ NCPയുടെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില യോഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാൻ വേണ്ടി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ PC ചാക്കോയും എത്തിയതാണ്. പൂനെയിൽ വെച്ച് ശരത് പവാറിന് ഇക്കാര്യങ്ങൾ ഇപ്പോഴത്തെ സംസ്ഥാനത്തെ സാഹചര്യം അദ്ദേഹം വിശദമാക്കി നൽകുകയും ചെയ്തിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് കഴിയും വരെ കാത്തിരിക്കാനാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അറിയിപ്പ്. അങ്ങനെയെങ്കിൽ അതുവരെ കാത്തിരിക്കാം, അതിന് ഇനിയിപ്പോൾ അധികം സമയവുമില്ല. അതുകൊണ്ട് അതുവരെ കാത്തിരിക്കാം എന്നുള്ള നിലപാടിലേക്കാണ് പാർട്ടി പോകുന്നത്. എന്നിട്ടും തീരുമാനം ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം
മന്ത്രി ആരാകണം എന്നുള്ള കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുത്തെങ്കിൽ അത് എത്രയും വേഗം നടപ്പാക്കണം എന്നതാണ് പാർട്ടിയുടെ തീരുമാനം. അതുകൊണ്ട് നിയമസഭാ സമ്മേളനം കഴിയുന്ന മുറയ്ക്ക് തീരുമാനം വളരെ പെട്ടെന്ന് ഉണ്ടാകണം എന്നത് ആഗ്രഹിക്കുന്നു. തോമസ് കെ തോമസുമായി നമ്മൾ സംസാരിച്ചതാണ്. അദ്ദേഹവും ഒരുപാട് കാലം ഈ തീരുമാനം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിന് അദ്ദേഹം സന്നദ്ധനല്ല. അദ്ദേഹം ഒരാഴ്ചയ്ക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ നീണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. അതിനുള്ളിൽ കാര്യങ്ങൾ തീരുമെന്നതാണ് അദ്ദേഹത്തിന്റെ കണക്കൂട്ട്. ഏതായാലും തീരുമാനം ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണ്. താൻ ഇടപെടാം എന്നതാണ് ശരത് പവാർ ഈ സംസ്ഥാന നേതൃത്വത്തെ, പ്രത്യേകിച്ച് പി സി ചാക്കോയെ അറിയിച്ചിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നേരിട്ട് ശരത് പവാറിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ചർച്ച മുഖ്യമന്ത്രിയുമായി പോലും ഉണ്ടാകാനുള്ള സാധ്യതയാണ് NCPയുടെ മന്ത്രിമാറ്റത്തിൽ ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. SK പ്രൈം ടൈമിലേക്ക് പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ഇതൊക്കെ തന്നെ റേഡിയോയിൽ ഒരു കാലത്ത് ഉയർന്നു കേട്ടതാണ്. നിങ്ങൾക്കറിയുന്ന പോലെ പ്രശസ്ത റേഡിയോ പ്രക്ഷേപകൻ M രാമചന്ദ്രൻ ഇന്ന് കാലത്ത് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ സംസ്കാരം നാളെ 11 മണിക്ക് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടക്കും. അസംഖ്യം റേഡിയോ ശ്രോതാക്കൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത്. സലീം മാലിക് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ പൂജപ്പുരയിലുള്ള വസതിയിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ സലീം മാലിക്, ചടങ്ങുകൾ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞോ? SKN കേരളത്തിലെ മലയാളത്തിലെ റേഡിയോ ആസ്വാദകർക്ക് വല്ലാത്ത ഹൃദയവേദന ഉണ്ടാക്കിയ ഒരു വിയോഗമാണ് M രാമചന്ദ്രൻ്റേത്. അദ്ദേഹത്തിന്റെ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഈ ആശുപത്രിവാസമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്തെ SK ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത്. അതിനുശേഷം ഇവിടേക്ക് ഈ മുടവൻമുകളിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ നാളത്തെ മറ്റ് പരിപാടികൾ, സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മകൻ വിദേശത്താണ്. മകൻ വന്നതിന് ശേഷമാകും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ഇപ്പോൾ തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടിൽ പൊതുദർശനമാണ്. നാളെ രാവിലെ 10 മണി വരെ ഇവിടെ ആ പൊതുദർശനം തുടരും. അതിനുശേഷം ഇവിടെ നിന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം തൈക്കാട് ശാന്തി കവാടത്തിൽ എത്തിച്ചായിരിക്കും സംസ്കാരം എന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആ ചടങ്ങുകളൊക്കെ നാളത്തെ ചടങ്ങുകളെല്ലാം തീരുമാനമായി. ഇവിടുന്ന് ഒരു 10:30 കൊണ്ടുപോകും. 11 മണിക്ക് പ്രസ് ക്ലബിൽ പൊതുദർശനം കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് ശാന്തി കവാടത്ത്. മകൻ എപ്പോഴേക്ക്? മകൻ നാളെ രാവിലത്തേക്ക് എത്തും. അതുകൊണ്ടാണ് ഈ ചടങ്ങുകൾ നാളത്തേക്ക് മാറ്റിയത്. അതെ അതെ. SKN നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം ഈ വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന് തുടങ്ങുന്ന തുടക്കം, ആകാശവാണിയിലെ തുടക്കം, അതല്ലാതെ അതേ പേരിൽ തന്നെ എഴുതിയ പുസ്തകം എഴുത്ത്, ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ 24-മായും വലിയ ബന്ധമുണ്ടായിരുന്ന 2 പരിപാടികൾ, കൗതുക വാർത്തകളും ഒപ്പം തന്നെ ഈ കൗതുക വാർത്തകൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ 24-ൽ ഒപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹം അതിന്റെ ഭാഗവാക്കായി. അങ്ങനെ 24-നൊപ്പം ഒപ്പം തന്നെ ആകാശവാണി പ്രേക്ഷകർക്കൊക്കെ വല്ലാത്ത അടുപ്പമുള്ള, വല്ലാത്ത സ്നേഹമുണ്ടായിരുന്ന ആളാണ് M രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ വിയോഗമാണ് ഇന്ന് ഉച്ചയ്ക്ക് 12:30 സംഭവിച്ചത്. സലീം മാലിക്കാണ് രാമേന്ദ്രൻ ചേട്ടൻ്റെ പൂജപ്പുരയുള്ള വസതിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്ന്. നാളെ രാവിലെ 11 മണിക്ക് ശാന്തി കവാടത്തിൽ ആ ജീവിതം ഇല്ലാതെയാകും. ഇനി ഇന്നത്തെ വാർത്താപ്പകൽ നിങ്ങൾ അല്ലെങ്കിൽ ഈ വാർത്താ ചാനലുകൾ കാണാൻ കഴിയാതെ പോയ ആളുകൾക്കായിട്ട് ഇന്നത്തെ വാർത്താപ്പകലിൽ സംഭവിച്ച ചില പ്രധാന വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വാർത്താപ്പകൽ. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മധ്യകേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട്. MT വാസുദേവൻ നായരുടെ കോഴിക്കോട്ടെ വസതിയിൽ വൻ മോഷണം നടന്നെന്ന് പരാതി. 26 പവൻ സ്വർണം നഷ്ടപ്പെട്ടെന്ന് MTയുടെ ഭാര്യ കലാമണ്ഡലം സരസ്വതിയുടെ പരാതി. തൃശൂർ വരവൂരിൽ പന്നികളെ കുടുക്കാൻ സ്ഥാപിച്ച വൈദ്യുതിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. തളി സ്വദേശികളായ രവീന്ദ്രൻ, അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. ഇലക്ടോറൽ ബോണ്ടിനെതിരായി വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളി സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് തീരുമാനം. ബംഗളൂരുവിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. രക്ഷപ്പെട്ടെത്തിയ വിദ്യാർത്ഥിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജമ്മുകശ്മീരിലെ കുപ്വാര ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. ഓപ്പറേഷൻ ഗുഗൽധാറിന്റെ ഭാഗമായി നടത്തിയ തെരച്ചിലിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ. VD സവർക്കറെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണമെന്ന് പൂനെ പ്രത്യേക കോടതി. ഈ മാസം 23-ന് ഹാജരാകണമെന്ന് ഉത്തരവ്.
കോഴിക്കോട് താമരശ്ശേരിയിൽ വാഹനാപകടം. ലോറി പിക്കപ്പ് വാനിലേക്കും കാറിലേക്കും ഇടിച്ചു കയറി. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ നിഖിൽ പരമേശ്വർ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ബാർ ഹോട്ടലിലെ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. സംഭവത്തിൽ 4 പേർ പോലീസ് കസ്റ്റഡിയിലായി. തോട്ടക്കര പറയങ്കണ്ടത്തിൽ 56-കാരനായ മജീദിനാണ് കുത്തേറ്റത്. ഇനി വാൽക്കഷണം. വാൽക്കഷണം 2-3 ദിവസമായി പലരും വല്ലാത്ത ചിരിയിലാണ്. നല്ല തന്നെ, എല്ലാം ചിരിച്ചങ്ങോട്ട് നേരിടുന്നും കൊള്ളാം. പക്ഷേ ഈ ചിരിയുടെ മറവിൽ എന്തൊക്കെയോ മാഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പം നമുക്ക് നോക്കാം ആ ചിരിയുടെ രഹസ്യം എന്താണെന്ന്. എം അഫ്സൽ തയ്യാറാക്കിയ വാൽക്കഷണം. അപൂർവമായിട്ട് ഈ മുഖം കാണലുള്ളൂ. ഇതിപ്പോ പാർട്ടി ഓഫീസിൽ ചെന്ന് കാര്യം പറയേണ്ടി വരും. ഇവര് രണ്ടാളും ചിരി നിർത്തണില്ലല്ലോ. ഞാൻ ഈ സ്വരത്തിലല്ലോ സംസാരിക്കേണ്ടത് സാധാരണ. ഇല്ല, ഈ അവസ്ഥയിൽ നിങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണോ അതോ ചിരി പാർട്ടിയുടെ നേതാവാണോ? ഹിന്ദു പത്രത്തിൽ ഒരു വാർത്ത വന്നതിനെ പറ്റി ചോദിച്ചതാണ്. ഇതാണ് ഇപ്പൊ അവസ്ഥ. ആ ദുരന്തത്തിൽ നിന്ന് ദൈവം ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവരെ തിരിച്ചു തന്നത്. നമ്മുടെ അരവിന്ദനെ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. അല്ല, ഈ ചിരിക്കൊരു അവസാനം ഉണ്ടാവൂലേ? ഈ പാവത്തിന് ഈ അവസ്ഥയിലാക്കിയവർക്കൊക്കെ ഇപ്പൊ മതിയായിട്ടുണ്ടാവും. വീണെടുത്ത് കിടന്ന് ഉരുളയാണ് മുഖ്യമന്ത്രി. വീണെടുത്ത് കിടന്ന് ഉരുളയാണ്. ഗീബൽസിനെ പോലെ നുണ പറയാ. ഗീബൽസിനെ പോലെ. ഇതിപ്പോ ഇവര് രണ്ടാളും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു കളിയാണെന്ന് ഇവര് അണികൾക്ക് ഇപ്പൊ എത്ര പറഞ്ഞാലും ഇനി മനസ്സിലാവൂല. ഇത് ആര് വിശ്വസിക്കാനാണ് മിസ്റ്റർ പിണറായി വിജയൻ? ഇത് ആര് വിശ്വസിക്കാനാണ്? ഒരാളും വിശ്വസിക്കില്ല. ഒരാളും വിശ്വസിക്കില്ല. അല്ല സഖാവെ, ഹിന്ദു പത്രത്തിന്റെ കാര്യം കുട്ടികൾ ഇനി ചോദിക്കൂല. ഈ ഐഡിയ നിങ്ങൾക്ക് ആരാ പറഞ്ഞത്? ഇത് വേണം, ഈ ചിരി വേണം എപ്പോഴും മുഖത്ത്. ആ സ്ഥിരം കോൺസ്റ്റിപ്പേഷൻ പിടിച്ച ഭാവം ഇന്ന് മുതൽ അത് വേണ്ട. ഇന്റർവ്യൂവിന്റെ ചോദ്യങ്ങൾ പുറത്താരും കേൾക്കരുത്. അതിനുള്ള പണിയാണ് ഇപ്പത്. നിങ്ങൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഏജൻസി ഇല്ലെങ്കിൽ നിങ്ങൾ പറയാത്ത കാര്യം എഴുതി കൊടുത്ത കൈസൻ എതിരായിട്ടും ആ ഇന്റർവ്യൂ പറയാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും നിങ്ങൾ കേസ് കൊടുക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപോലെ പറഞ്ഞാലും കുഴപ്പമാണ്. ഉദാഹരണത്തിന് സമയം തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയ ശേഷമേ ഉത്തരം പറയാവൂ. നിങ്ങൾ പറഞ്ഞത് ഒരിക്കലും മാറ്റി പറയരുത്. മനുഷ്യന്മാര് ചിരിക്കണ കാണാൻ നല്ല രസമാണ്. ആ ചിരിയിൽ ഒളിച്ചു വെക്കാനൊന്നുമില്ലെങ്കിൽ ഇതിപ്പോ വെറുതെ ചിരിക്കണതല്ല. ആ ചിരിയുടെ സൗണ്ടിൽ പലതും ഒളിച്ചു വെക്കാണ്ട്. വാൽക്കഷണം ഇനി നാളെ രാത്രി 8:30 പ്രൈം ടൈം സംപ്രേഷണം ചെയ്യും. ഇതിൻ്റെ പുനഃസംപ്രേഷണം നാളെ രാവിലെ മോർണിംഗ് ഷോയിൽ ഉണ്ടാകും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് കൃത്യം മോർണിംഗ് ഷോയിലായിരിക്കും. പ്രൈം ടൈം ഇനി നാളെ രാത്രി 8:30.